ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ പോലും നോക്കാൻ പാടില്ല. മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഖുതുബയോടുള്ള അദബ് പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചരൽക്കല്ല് എന്ന് പറയാൻ കാരണം? അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ്, ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലായിരിക്കും. അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ ഇങ്ങനെ മിനിസുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് മൊത്ത ഡിസൈനിങ് നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചിലർ ഖുതുബ ഓതുമ്പോൾ അറിയാതെ അങ്ങ് തസ്ബീഹ് ചൊല്ലും, ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് എല്ലാം പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരിവിട്ടൽ ആവശ്യക്കാർ, അപ്പോൾ ബക്കറ്റ് കൊടുത്തേക്കും. ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കുന്നതിന് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കുക. മമ്മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, അവരെ പേഴ്സ് എടുത്ത് ചില്ലറ എടുത്ത് മാറ്റവും പോയില്ലേ, ജുമാന്റെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ഇത് ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കണതിൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖുതുബന്റെ കൂലി നഷ്ടപ്പെട്ടു. നാട്ടിലുണ്ട് അങ്ങനെ ഇല്ലല്ലോ, അൽഹംദുലില്ലാ. നല്ല വിവരമുള്ള ഉസ്താദന്മാർ നാട്ടിലുണ്ടായ നല്ല സുഖമാണ്, കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതങ്ങനെ നടക്കും. നാട്ടുകാരങ്ങനെ ഖുതുബ കൂലി അങ്ങ് പോവല്ലേ. ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് വറജുലുൻ ഹദറഹാ ബിഇൻസ്വാത്ത്, മൗനമായി ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണമെന്ന. ഖുതുബ തുടങ്ങിയാൽ ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹുവിന്റെ ദിക്റാണത് എന്ന ബോധ്യത്തോടുകൂടെ ബിഇൻസ്വാത്തിൻ വസുകൂൻ, ശാന്തമായി മൗനമായി ഖുതുബയെ ശ്രദ്ധിക്കുകയും വലം യതഖത്ത റഖബത മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ ജുമുഅക്ക് പോയാൽ, അതായത് ലേറ്റ് ആയിട്ട് വരും, എന്നിട്ട് അവ്വൽ സഫക്ക് പോകുമാണ്, സലാം വിട്ടി ആദ്യം ഇറങ്ങി പോകുമാണ്. എന്തായി പരിപാടി? ഒന്നുകിൽ നേരത്തെ വരിക, അത്തരം ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുക. ഇത് വരുന്നത് ലേറ്റായിട്ട്, എന്നിട്ട് എല്ലാവരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പിൽ പോയിരിക്കും. ഇമാം സലാം വിട്ട് കഴിഞ്ഞിട്ട് പോരുന്നു കാണാം. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു ഫുർജത്തുണ്ടെങ്കിൽ, ഒരു സൊഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം. എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുമുഅയെ ഖുതുബയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഈ തോള് ചവിട്ടി പോവെന്ന് പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ്. ഒന്ന് ബുദ്ധിമുട്ട്, ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ, അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ്. അതുപോലും ചെയ്യരുത് എന്നാണ് നബി നിങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തോളിൽ തോണ്ടിയിട്ട് ഇങ്ങനെ പോവാ, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു വിടവ് അവിടെ ഉണ്ട്, ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം, വേറെ ആരും നികത്താനില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം. മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ. ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്, തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത്. കാലമത്തെ ചളിയൊക്കെ കുപ്പായത്തിലാവും ചിലരുത്, ചവിട്ടി പോകുമ്പോഴേ അങ്ങനെ നാക്കാൻ പാടില്ല. എന്തൊരു അദബാണ്! ജുമുഅ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ, അല്ലാഹുവിന്റെ ദിക്റല്ലേ. ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഈ ജുമുഅക്ക് ഇങ്ങനെ അച്ചടക്കത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്നതാണ്. വലം യതഖത്ത റഖബത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ, തോൾ മറികടന്നു പോകാതെ, ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അങ്ങനെ ഒരു ജുമുഅ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരു ജുമുഅക്ക് വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമുഅ മതി.
കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. വലം യുഉദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ജുമുഅക്ക് വന്നിരിക്കുമ്പോൾ, ജുമുഅക്ക് പള്ളിയിലെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്ത് ബുദ്ധിമുട്ടാണ്, ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിൽ കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഖിറാഅത്ത് പോലും ചുരുക്കണം, ഖുത്ബ ചുരുക്കണം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്.